ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിസ് മിനി വ്ലോഗ് ട്രയൽ. അങ്ങനെ ഞാനും അവസാനം ഒരു ചെറിയ യൂട്യൂബ് പരിപാടി അങ്ങ് പിടിച്ചിരിക്കുകയാണ്. സംഗതി വേറൊന്നുമല്ല, ചെറുതായി ട്രാവല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചൊരു ഒരു ട്രയൽ വീഡിയോസ്. മൊത്തത്തിൽ ഞാൻ എന്തൊക്കെ ട്രയൽ ചെയ്യുന്നോ ട്രയൽ മുഴുവൻ ഇവിടെ കാണിക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഇത് ഞങ്ങൾ 9 പേരും കൂടി ബാംഗ്ലൂരിൽ നിന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി നേരെ ഞങ്ങളൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്ത് പോയതാണ്. ഒരു റിവർ ക്രോസ് എസ്റ്റേറ്റാണ്, ഒരു ഹോം സ്റ്റേ സെറ്റപ്പാണ്. അവിടെ ചെന്നപ്പം അത് ചിക്മംഗ്ലൂരാണ് ആക്ച്വലി. അപ്പോൾ 7 hours ജേണി ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. അവിടെ എത്തി. ആദ്യം തന്നെ ഞങ്ങൾ എത്തി, ടെൻ്റൊക്കെ കണ്ടു. ഇറ്റ്സ് എ ടെൻറ്റ് സ്റ്റേ ആക്ച്വലി. വലിയ ടെൻ്റാണ്, ഈ മിലിറ്ററി അങ്ങനത്തെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന വലിയ ടെൻ്റാണത്. അവിടെ ഞങ്ങൾ ചെന്നു. ആദ്യം തന്നെ ഫുഡ് അടി തുടങ്ങി. നല്ല രീതിയിൽ നല്ല ഫുഡാണ്. അതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ കാപ്പിത്തോട്ടത്തിൽ കാപ്പിക്കുരു ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ കണ്ടു. അതിനുശേഷം പതിയെ നിങ്ങൾക്ക് ഈ ഹോം സ്റ്റേനെ പറ്റി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ നടന്ന് നീങ്ങുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തണുപ്പാണ് അവിടെ, വളരെ നന്നായിട്ട് തണുപ്പാണ്. കാരണം കോഫി പ്ലാന്റേഷൻ്റെ ഇടയിലാണ് ഈ ഹോം സ്റ്റേ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ വലിയൊരു ടെൻ്റാണ്, ഒരു ഷീറ്റിനടിയിൽ ഇട്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു ടെൻറ്റിനകത്ത് 8 പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. അത് നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. പിന്നെ അവിടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 2 ബാത്റൂമുണ്ട്, ഒരു ചെറിയ വാഷിംഗ് സ്പേസും ഉണ്ട്, ഒരു മിററൊക്കെ വെച്ചിട്ട്. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ബാത്റൂമാണ്. എല്ലാം വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നവർ. അവർക്കെല്ലാം അവിടെ കൃത്യമായിട്ട് അതിനുള്ള നോക്കുന്ന പണിക്കാരുണ്ട്, ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ആകെ 2 ടെൻ്റ് തന്നെ ഉള്ളൂ, വേറെ അധികമൊന്നുമില്ല. അപ്പം എന്താ വെച്ചാൽ ഒരു ടീമിന് വന്ന് നിൽക്കുന്ന രീതിയിലാണ് അവരിത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ എസ്തെറ്റിക്കലി നല്ല ഭംഗിയാക്കാനായിട്ട് അവർ വളരെ നല്ല നല്ല എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രീം ക്യാച്ചറൊക്കെ, വലിയ ഡ്രീം ക്യാച്ചറൊക്കെ, ഇങ്ങനെ ആദ്യമായിട്ട് വലിയ ഡ്രീം ക്യാച്ചറൊക്കെ കാണുന്നത്. ശേഷം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, ക്യാമ്പ് ഫയറിനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ മുന്നിൽ കൂടെ തന്നെയാണ് റിവർ ഒഴുകി പോകുന്നത്. റിവർ എന്ന് പറയാനില്ല, ജസ്റ്റ് ഒരു അരുവി പോലത്തെ ഒരു സംഭവമാണ് ഒഴുകി പോകുന്നത്. അതിനുശേഷം എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് നമ്മളുടെ കവുങ്ങും അതുപോലെ കോഫി പ്ലാന്റേഷനും മാത്രമേ കാണാനുള്ളൂ. പിന്നെ എല്ലാം നേരത്തെ പറഞ്ഞ പോലെ എസ്തെറ്റിക്കലി ഭയങ്കര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയം വെറുതെ ആയിട്ട് തോന്നില്ല. കാരണം അത്രയും അധികം സമയം ഞങ്ങൾ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ്, എത്രയോ നേരം ഫോട്ടോ എടുത്ത്. കാരണം ഏത് ഫ്രെയിം വെച്ച് കഴിഞ്ഞാലും അടിപൊളി അവിടെ. പിന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തെ കളി പരിപാടി, അതൊരു ഭംഗിയാണ്. കണ്ടില്ലേ, അത് നമ്മളൊരു കഥയിലെ വേറൊരു നായകനാണ്, ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം. അപ്പം ജസ്റ്റ് ഫസ്റ്റ് വീഡിയോ കൊണ്ടാണ്, നമുക്ക് സമയമില്ല ഇതിനകത്ത് എല്ലാവരും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ വീഡിയോ നമുക്ക് കൊണ്ടുവരാം. ഇത് അതിലെ വേറൊരു കഥാനായിക, അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, വെള്ളത്തിൽ എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ അത് കാര്യമായിട്ട് നടന്നില്ല. പിന്നെ നമ്മൾ കപ്പിൾ ഫോട്ടോസ്, സിംഗിൾ ഫോട്ടോസ്, പോർട്രേറ്റ് ഫോട്ടോസ്, ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ്, അങ്ങനെ ഒരുപാട് തരത്തിൽ ഫോട്ടോസ് ട്രയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളമാണ് മെയിൻ ആക്ച്വലി. നമ്മൾ സത്യം പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് വന്നതിന് ശേഷം ബാംഗ്ലൂർ അങ്ങനെ ഒരു ഓപ്പൺ സ്പേസോ പീസ്ഫുൾ സ്പേസ് കിട്ടാറില്ല. അപ്പോൾ അന്നേരമാണ് നമ്മളിങ്ങനെ ഒരു സ്റ്റേക്കേഷൻ പെട്ടെന്നൊരു പ്ലാനിങ്ങിൽ അങ്ങനെ വന്നത്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് എന്നാൽ ഡിസംബർ 2nd വീക്കിലാണ് ഞങ്ങൾ ഇതിന് പ്ലാൻ ഇട്ടത്. അപ്പോൾ വേറൊരു പ്ലാനിൻ്റെ കൂടി ഇതുകൂടി വന്നതാണ്. അപ്പോൾ സ്റ്റേക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒരു വ്ളോഗ് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് കരുതി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഫുഡിനുള്ള പ്ലാനിങ് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഉച്ചത്തെ ഫുഡ് ഹോം സ്റ്റേയിൽ വേണ്ടാന്ന് നമ്മൾ പുറത്ത് കഴിക്കാമെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് നമുക്ക് അവസാനം ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി അറിയാൻ കഴിഞ്ഞത്, ഹലേമനി റെസ്റ്റോറൻറ്റ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സന്തോഷത്തിലാണ് ഈ എല്ലാവരും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഒരു തറവാട് സെറ്റപ്പിലാണ് ആ ഒരു ഹലേമനി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കാണുന്നത്. കാരണം ഹലേമനി എന്ന് കന്നഡയിൽ ആണെങ്കിൽ മലയാളത്തിൽ അത് പഴയ വീട് എന്നാണ്. അത് നമ്മൾ തറവാട് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. സംഗതി അടിപൊളിയാണ്. നല്ല പാർക്കിംഗ് സ്പേസ് നന്നായിട്ടുണ്ട്. അതാണ് ആക്ച്വലി, അത് മുതികരി എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് ഈ സ്ഥലം. അപ്പോൾ അവിടെ ടൗണിൽ തന്നെയാണ് ഇവരുടെ ഈ ഹോട്ടൽ കാണുന്നത്. അപ്പം ഇതിനകത്തേക്ക് വരികയും നമുക്ക് ചാന്ത് ഒക്കെ ഇട്ടിട്ടുള്ള നിലം കാണാൻ മതിയായിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതേപോലെ വീഡിയോ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവൻ തുടങ്ങിയതാണ്. ഇവനും അതിനകത്തേക്ക് ഇൻപുട്ട് ഇട്ടു. പക്ഷേ ആക്ച്വലി അത് ആകെ മൊത്തം ഡിസ്റ്റർബൻസും നോയ്സും ആയതുകൊണ്ട് നമുക്കൊന്നും അതിനകത്തുനിന്ന് എടുക്കാനായിട്ടില്ല. അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്ത് വോയിസ് ഓവർ ആക്കിയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ടീംമേറ്റ്സ്. നമ്മൾ പതിയെ പരിചയപ്പെടുത്താം. അപ്പം എല്ലാവരും വിശന്ന് വലഞ്ഞിരിക്കുക ആക്ച്വലി. കാരണം രാവിലെ മുതൽ ഉച്ചവരെ അവിടെ ഫോട്ടോയും ഫ്രെയിമും നോക്കിയിരുന്ന ആകെ മൊത്തം ടയേർഡായതിനു ശേഷമാണ് നേരെ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടെ സത്യം പറഞ്ഞാൽ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിലും നമ്മൾ ഈ വെയിറ്റിംഗ് ടൈമും വളരെ അധികമാണ്. കാരണം നമ്മൾ 9 പേരായിട്ടാണ് പോയത്. അപ്പം
ഒരുപാട് സമയം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ മീൽസ്, സീ ഫുഡ്, ബിരിയാണിയൊക്കെ തന്നെ ഓർഡർ ചെയ്തത്. ബട്ട് അറൗണ്ട് 30 മിനിറ്റ്സ് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിനിടയിലുണ്ടാകുന്ന സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. എല്ലാവർക്കും ക്ഷമ കിട്ടു തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ കഴിച്ചതിൻ്റെ വീഡിയോ ഫോട്ടോ എടുക്കാൻ സമയം ഉണ്ടായില്ല, കാരണം വിശന്ന് വലഞ്ഞു പോയി. അപ്പോഴേക്കും ഇതൊക്കെ എടുക്കാനുള്ളത് മറന്നു. അന്ന് ഞങ്ങൾ തിരിച്ച് ഹോം സ്റ്റേയിലേക്ക് വരുമ്പോഴാണ് അവിടെ വരുന്ന വഴിക്ക് ഒരു ഹിഡൻ ജമ്മു പോലെ നമ്മളൊരു റിവർ സൈഡ് ആക്ച്വലി കാണുന്നത്. അങ്ങനെ നേരെ അവിടെ കണ്ടു, ചാടി ഇറങ്ങി, അങ്ങനെ നേരെ അതിലേക്ക്. അപ്പോൾ അവിടെയും കോഫി പ്ലാന്റേഷനാണ്, കാരണം ഈ പരിസരത്ത് എല്ലായിടത്തും കോഫി പ്ലാന്റേഷനാണ്. ഈ ചിക്മംഗ്ലൂർ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് മൊത്തത്തിലൊരു ലാൻഡ്സ്കേപ്പ് കിടക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ആക്ച്വൽ ഒരു റിവർ സൈഡ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ആ റിവർ സൈഡിലേക്ക് അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ പതിയെ ആ റിവർ എവിടെ നിന്നാണ് വരുന്നത്, അതിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങനെ പോയി ഏകദേശം കുറച്ചുള്ളിലേക്ക് പോയതിന് ശേഷമാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എന്നുള്ളത്. അപ്പോൾ നേരത്തെ കാണിച്ചാണ് കോഫി കുരു, അതായത് കാപ്പിക്കുരു, അവിടെ മൊത്തം പ്ലാന്റേഷനാണ്. അപ്പം അധികം വൈകാതെ ഞങ്ങൾ എന്താ വെച്ചാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ, അപ്പോൾ അവിടെ അധികം നമ്മൾ നിൽക്കാതെ വേഗം അവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് അട്ടകടി കൊണ്ടു, കാരണം ഈ അട്ടകൾ അത്യാവശ്യമുണ്ട്, ലീച്ചസ് അത്യാവശ്യമുണ്ട്. അത് എ പോസിറ്റീവ് ബ്ലഡുകാർക്കാണ് അധികവും കടിച്ചത്. അങ്ങനെ അതിനുശേഷം നേരെ ഹോം സ്റ്റേ വന്നു. തിരിച്ച് ഞങ്ങൾ നമ്മളെ പാണ്ഡ്യപ്പടയിലെ ദിലീപ് പോകുന്ന പോലെ ഒരു ബലേറോ പിക്കപ്പിനകത്ത് ഞങ്ങൾ സൺസെറ്റ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വണ്ടി കയറി നേരെ മലമുകളിലെത്തി. അടിപൊളി വ്യൂ ആയിരുന്നു, ഒരു രക്ഷയില്ലത്. കാരണം അത് ആ ഹോം സ്റ്റേൻ്റെ തന്നെ അവർക്ക് തന്നെ ഒരുപാട് പ്ലാന്റേഷൻ, അതിൻ്റെ നേരെ മേലെയാണ് ഈ സ്ഥലം. ഞാനവിടെ നിന്നിട്ട് എന്തൊക്കെയോ ആക്ച്വലി വ്ളോഗ് ചെയ്യുന്ന രീതിയിൽ ഫസ്റ്റ് വ്ളോഗാണല്ലോ, അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയോ കഷ്ടപ്പെട്ട് പറയണമെന്ന്, പക്ഷേ ഒക്കെ ക്രോസ് വിൻഡ് കാലം പോയി. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നോക്കി, അങ്ങനെ അവിടുന്ന് പതിയെ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല അടിപൊളി ഒരു സ്റ്റേക്കേഷൻ ആയിരുന്നു അത്. നമ്മൾ വിചാരിക്കുന്നേക്കാളും അടിപൊളിയായി പോയി. ഞാനും അങ്ങനെ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേക്കേഷൻ പോകുന്നത്. ബജറ്റ് ഇച്ചിരി നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതലായെങ്കിലും സംഗതി പീസ്ഫുള്ളായിരുന്നു. ഒരു ഫുൾ മൈൻഡ് റിഫ്രഷ്മെൻറ്റ് ആയിരുന്നു ഇത്. സോ ദിസ് ഈസ് ആർ മിനി വ്ളോഗ്. എങ്ങനെയുണ്ടായിരുന്നു ഈ വ്ളോഗ് ട്രയൽ എന്ന് പറയണം. സോ ലെറ്റ് മീ നോ യുവർ കമൻറ്റ്സ്. Thanks for watching. Bye bye. See you again.